നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ടുഡേ നമുക്ക് ആരംഭിക്കാം. ഞാൻ അമൃത പടിക്കാൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സ്വിറ്റ്സർലൻഡിലെ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചാവേളയിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെയും പാക് പ്രതിനിധി സംഘത്തെയും വധിക്കാൻ ഇസ്രയേൽ ചാര സംഘടന മൊസാദ് പദ്ധതിയിട്ടതായി വെളിപ്പെടുത്തൽ. വധിക്കാൻ മൊസാദിന് നിർദ്ദേശം നൽകിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നും ബ്രസീലിയൻ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകൻ പെപ്പെ എസ്കോബാർ വെളിപ്പെടുത്തി. മൊസാദിന്റെ പദ്ധതിയെപ്പറ്റി വിവരം ലഭിച്ച പാക് സൈന്യം ഒമാൻ വഴി ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. പാക് പ്രതിനിധി സംഘത്തെ ആക്രമിച്ചാൽ ഇസ്രായേൽ ഭൂമുഖത്തുണ്ടാകില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ മുന്നറിയിപ്പെന്നും എസ്കോബാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. പാകിസ്ഥാനോ ഇസ്രയേലോ എസ്കോബാറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ചിട്ടില്ല. UAE പ്രസിഡന്റുമായി ചർച്ച നടത്തി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. സുരക്ഷയും സ്ഥിരതയും സംബന്ധിച്ചായിരുന്നു ചർച്ച. ഇറാൻ കരാറുമായി ബന്ധപ്പെട്ട് മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടരുകയാണ്. ഇറാൻ കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഗൾഫ് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പശ്ചിമേഷ്യൻ പര്യടനം നടത്തുന്നത്. ആദ്യമെത്തിയത് അബുദാബിയിൽ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമുമായി ചർച്ച നടത്തി. UAEയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കി. മേഖലയിലെ സ്ഥിരത ഉറപ്പുവരുത്തും. ഹോർമുസിലൂടെയുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ്, അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ്, ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ്, UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ തഹ്നൂൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനു ശേഷം മാർക്കോ റൂബിയോ കുവൈറ്റിലേക്ക് പോയി. കുവൈറ്റ് ഭരണാധികാരിയുമായി ചർച്ച നടത്തിയ ശേഷം ഖത്തറിലേക്ക് തിരിക്കും. ഖത്തറിൽ നടക്കുന്ന GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ആദ്യഘട്ട സന്ദർശനമാണ് നിലവിൽ നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പൂർണ്ണമായി കേട്ട ശേഷം കൂടുതൽ ചർച്ചകൾക്കായി ഉടൻ അടുത്ത സന്ദർശനമുണ്ടാകും. 24 ദുബായ്. UAEയുടെ ചരിത്രപ്രസിദ്ധമായ ഇത്തിഹാദ് റെയിൽ ജൂൺ 30 ആരംഭിക്കും. അബുദാബിക്കും ഫുജൈറയ്ക്കും ഇടയിലാകും ആദ്യം ട്രെയിൻ ഓടുക. സെപ്റ്റംബർ 30 ഔദ്യോഗിക ഉദ്ഘാടനം. മരുഭൂമിയിലൂടെ ട്രെയിൻ ചൂളമിട്ട് പായാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഇത്തിഹാദ് റെയിൽ എന്ന സ്വപ്ന പദ്ധതി ജൂൺ 30 യാഥാർത്ഥ്യമാകും. അബുദാബി ഫുജൈറ റൂട്ടിലാകും ആദ്യം ട്രെയിൻ ഓടുന്നത്. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റി സ്റ്റേഡിയത്തിലെ പാസഞ്ചർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം അബുദാബി കിരീടാവകാശി ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. ആദ്യ 3 മാസം ഈ റൂട്ടിൽ മാത്രമാകും സർവീസ് ഉണ്ടാവുക. 1 മണിക്കൂർ 45 മിനിറ്റ് മാത്രമാകും ആകെ യാത്രയ്ക്ക് വേണ്ടി വരുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തിഹാദ് റെയിൽ ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിർഹവും പ്രീമിയം ക്ലാസ്സിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 30 ദുബായ് അൽദൽ സ്റ്റേഷനുകളും ഡിസംബർ 30 അൽദഫ്ര മേഖലയിലെ സ്റ്റേഷനുകളും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പദ്ധതിയുടെ പൂർണ്ണരൂപം കൈവരിച്ചുകൊണ്ട് 2027 മാർച്ച് 30 ഷാർജ സ്റ്റേഷനിലേക്കും സർവീസ് നീട്ടുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000 തീർത്ഥാടകർ ഇത്തവണ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അതിഥികളായി ഉംറ നിർവഹിക്കും. സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പ്രത്യേക അതിഥി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് തീരുമാനം. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് 1000 പേർക്ക് ഉംറ നിർവഹിക്കാനുള്ള സൌകര്യമൊരുക്കുന്നത്. ഈ ഉംറ സീസണിൽ 4 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, ചൈന, ജപ്പാൻ ഉൾപ്പെടെയുള്ള 16 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 250 തീർത്ഥാടകർക്ക് അവസരം ലഭിക്കും. ലോകമെമ്പാടുമുള്ള മതപണ്ഡിതന്മാർ, പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അറേബ്യ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർത്ഥാടകർക്ക് ഉംറ നിർവഹിക്കുന്നതിനൊപ്പം മദീനയിൽ പ്രവാചകന്റെ മസ്ജിദും മറ്റു ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും സന്ദർശിക്കാൻ മന്ത്രാലയം പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കും. കൂടാതെ ഹറമിലെ ഇമാമുമാരുമായും പ്രമുഖ പണ്ഡിതരുമായും കൂടിക്കാഴ്ച നടത്താനും ഇവർക്ക് അവസരമുണ്ടാകും. മുൻ വർഷങ്ങളിൽ 140-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ഈ പദ്ധതിയുടെ ഭാഗമായി സൗദിയിലെത്തിയിരുന്നു. പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. പുതിയ വാടക നയം അവതരിപ്പിച്ച് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ്.
പല തവണകളായി വാടക അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 12 പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനികളാണ് പദ്ധതിയുടെ ഭാഗമാകുന്നത്. പ്രവാസി മലയാളികൾക്കടക്കം ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരിക്കുന്നത്. ഫ്ലെക്സി റെന്റ്സ് എന്ന പേരിലാണ് പദ്ധതി. മുൻകൂർ പേയ്മെന്റുകളുടെ അമിതഭാരം ഒഴിവാക്കുകയാണ് പ്രധാന ലക്ഷ്യം. സാമ്പത്തിക ഭാരം കുറച്ച് വാടക അടവ് എളുപ്പത്തിലാക്കുന്നതാണ് സ്കീം. വാടകക്കാർക്ക് തങ്ങളുടെ വാടക എത്ര തവണയായി നൽകാമെന്ന് തീരുമാനിക്കാവുന്നതാണ് പ്രധാന സവിശേഷത. പ്രതിമാസമോ 3 മാസത്തിലൊരിക്കലോ 6 മാസം കൂടുമ്പോഴോ വാടക നൽകാൻ താമസക്കാർക്ക് കഴിയും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ദുബായിലെ 12 പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുമായി ചേർന്നാണ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് പുതിയ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. പുതിയ വാടകക്കാർക്കും നിലവിലെ താമസക്കാർക്കും ഒരുപോലെ ഈ ആനുകൂല്യം ലഭിക്കും. വാടക ചെലവ് ലഘൂകരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിരവധി അധിക ഇളവുകളും ഈ സംരംഭം അവതരിപ്പിക്കുന്നുണ്ട്. പ്രോപ്പർട്ടി ഉടമയെയോ മാനേജ്മെന്റ് കമ്പനിയെയോ ആശ്രയിച്ച് വാടകക്കാർക്ക് ഗ്രേസ് പീരീഡുകൾ, പുതുക്കിയ പേയ്മെന്റ് ഷെഡ്യൂളുകൾ, പ്രൊമോഷണൽ ഓഫറുകൾ എന്നിവയിൽ നിന്ന് പ്രയോജനം ലഭിക്കും. വാടക പേയ്മെന്റുകൾക്കായി ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ചെക്കുകൾ എന്നിവ ഉപയോഗിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. 24 ദുബായ്. സൗദി അറേബ്യയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഡെലിവറി കമ്പനികൾക്കെതിരെ കർശന നടപടികളുമായി ഗതാഗത പൊതു അതോറിറ്റി. നിയമം ലംഘിക്കുന്ന കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ രാജ്യത്ത് ബ്ലോക്ക് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനും ഡ്രൈവർമാരെ നാടുകടത്താനും നിർദ്ദേശമുണ്ട്. സൗദിയിലെ ഗതാഗത പൊതു അതോറിറ്റി നടത്തിയ പരിശോധനയിലാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി ഡെലിവറി സർവീസുകൾ കണ്ടെത്തിയത്. ഓൺലൈൻ സ്റ്റോറുകൾ, സാധാരണ റീറ്റെയിൽ കടകൾ, റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നിയമലംഘനം നടക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ തങ്ങളുടെ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ അംഗീകാരമില്ലാത്ത ഡെലിവറി സംവിധാനങ്ങൾ ഉപയോഗിച്ചതായി കണ്ടെത്തി. ചില കമ്പനികൾ സ്വന്തം മൊബൈൽ ആപ്പുകൾ വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത്. മറ്റു ചിലർ നേരിട്ടും ഇത്തരം നിയമവിരുദ്ധ ഡെലിവറി സർവീസുകൾ നടത്തുന്നു. രാജ്യത്തെ റോഡ് ഗതാഗത നിയമങ്ങൾ അനുസരിക്കാത്ത ഇത്തരം കമ്പനികൾക്കെതിരെ വലിയ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. നിയമം ലംഘിക്കുന്ന കമ്പനികളുടെ ആപ്പുകൾ പൂർണ്ണമായി നിരോധിക്കും. സർവീസിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുക്കും. അതോടൊപ്പം നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന പ്രവാസികളായ ഡ്രൈവർമാരെ നാടുകടത്തുകയും ചെയ്യും. കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ കമ്പനികളും തങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ലൈസൻസ് എടുത്ത് നിയമവിധേയമാക്കണമെന്ന് ഗതാഗത അതോറിറ്റി ആവശ്യപ്പെട്ടു. 24 ജിദ്ദ. സൗദി തലസ്ഥാനമായ റിയാദിൽ 9.8 ബില്യൺ റിയാൽ ചെലവിൽ 4 പുതിയ പ്രധാന റോഡ് പദ്ധതികളുടെ നിർമ്മാണം തുടങ്ങി. റിയാദ് റോയൽ കമ്മീഷനാണ് നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനുള്ള വലിയ വികസന പദ്ധതി പ്രഖ്യാപിച്ചത്. വലിയ അന്താരാഷ്ട്ര പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ റിയാദിനെ സജ്ജമാക്കുക കൂടിയാണ് ലക്ഷ്യം. റിയാദിലെ പ്രധാന റോഡുകളും റിംഗ് റോഡുകളും വികസിപ്പിക്കുന്ന പദ്ധതിയുടെ 4ാം ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചത്. ആകെ 40 കിലോമീറ്റർ നീളത്തിലാണ് 4 റോഡുകൾ പുതുതായി നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാവുന്നതോടെ പ്രതിദിനം 9,50,000-ലധികം വാഹനങ്ങൾക്ക് ഈ വഴികളിലൂടെ സുഗമമായി സഞ്ചരിക്കാം. യാത്രാസമയം വലിയ തോതിൽ കുറയ്ക്കാനും നഗരത്തിലെ ജീവിത നിലവാരം ഉയർത്താനും പുതിയ പദ്ധതി സഹായിക്കും. 4 പദ്ധതികളിലായി ആകെ 14 പ്രധാന കവലകൾ, 33 മേൽപ്പാലങ്ങൾ, 5 അടിപ്പാതകൾ, 6 കാൽനട മേൽപ്പാലങ്ങൾ എന്നിവ നിർമ്മിക്കും. 12 കിലോമീറ്റർ നീളമുള്ള ഷേഖ് ജാബിർ അൽ സബാ റോഡിന്റെ തെക്കൻ ഭാഗമാണ് ഇതിൽ ആദ്യത്തേത്. ഇവിടെ 6 കവലകളും 22 മേൽപ്പാലങ്ങളും 3 അടിപ്പാതകളും വരും. പ്രിൻസ് തുർക്കി ബിൻ അബ്ദുലസീസ് ഫസ്റ്റ് റോഡിന്റെ 9 കിലോമീറ്റർ ഭാഗം വികസിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ പദ്ധതി. ഇവിടെ 3 കവലകളും 6 മേൽപ്പാലങ്ങളും 2 അടിപ്പാതകളും നിർമ്മിക്കും. 6 കിലോമീറ്റർ നീളമുള്ള പ്രിൻസ് മിഷാൽ ബിൻ അബ്ദുലസീസ് റോഡാണ് മൂന്നാമത്തേത്. പടിഞ്ഞാറൻ ഭാഗത്തുള്ള നജുമുദ്ദീൻ അൽ അയ്യൂബി റോഡിന്റെ 13 കിലോമീറ്റർ വികസനമാണ് 4ാമത്തെ പദ്ധതി. റിയാദിന്റെ ഭാവി വികസനത്തിന് വലിയ കരുത്താവുന്നതാണ് ഈ പദ്ധതികൾ. 24 ജിദ്ദ. ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊരു അപകട വാർത്ത വരുന്നുണ്ട്. ഡൽഹിയിൽ ബസ് ഒരു ടാക്സിയിലും 3 ബൈക്കുകളിലും ഇടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നു. ഒരാൾ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹനങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും വിവരമുണ്ട്. ഏതായാലും ബസ് ഡ്രൈവർ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയായിരിക്കണം. വളരെ വേഗത്തിൽ തന്നെ വാർത്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം. ഷാർജയിൽ രാത്രി 12 മണി വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കാൻ തീരുമാനം. ഷാർജ സിറ്റി ഉൾപ്പെടെയുള്ള സോണുകളിൽ തീരുമാനം ബാധകമാകും. സീസണൽ പാർക്കിംഗ് കാർഡിന്റെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ മാറ്റമുണ്ടാകില്ല. ജൂലൈ 1 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. ഷാർജ സിറ്റി, കൽബ, അൽദെയ്ദ്, ഗോർഫക്കാൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും
ഉത്തരവ് ബാധകമാകും. നീല ബോർഡ് സ്ഥാപിച്ച് പ്രത്യേകം രേഖപ്പെടുത്തിയ സ്ഥലത്ത് മാത്രമാണ് നേരത്തെ രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കിയിരുന്നത്. ചിലയിടങ്ങളിൽ 10 മണി വരെയാണ് പാർക്കിംഗ് ഫീസ് നൽകേണ്ടിയിരുന്നത്. എമിറേറ്റിലുടനീളം പൊതു പാർക്കിംഗ് ആവശ്യകത വർദ്ധിച്ചത് കണക്കിലെടുത്താണ് ഈ പരിഷ്കരണം നടപ്പിലാക്കുന്നതെന്ന് ഷാർജ മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് പാർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഹമീദ് അൽ ഗൈദ് പറഞ്ഞു. സമഗ്രമായ പഠനത്തിനും താമസക്കാരുടെയും സന്ദർശകരുടെയും ബെഞ്ച് മാർക്കിങ്ങിനും ഫീഡ്ബാക്കിങ്ങിനും അനുസരിച്ചാണ് ഈ നീക്കമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സീസൺ സബ്സ്ക്രിപ്ഷൻ ഉടമകളും റെസ്റ്റോറന്റുകളിലെയും കഫ്റ്റീരിയകളിലെയും ഉപഭോക്താക്കളും രാത്രി 10 മണിക്ക് ശേഷം പാർക്കിംഗ് കണ്ടെത്താൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എമിറേറ്റിൽ ഏകദേശം 1,24,000 പെയ്ഡ് പബ്ലിക് പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട്. പുതിയ നിയമപ്രകാരം രാവിലെ 8 മണി മുതൽ അർദ്ധരാത്രി വരെ ഫീസ് ബാധകമായിരിക്കും. പ്രവർത്തന സമയം നീട്ടുന്നത് കാരണം സീസൺ സബ്സ്ക്രിപ്ഷൻ ഫീസ് വർദ്ധിപ്പിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. അസാധാരണ നേട്ടങ്ങളെയും ഫലപ്രദമായ പദ്ധതികളെയും അംഗീകരിക്കുന്നതിനായി ദുബൈ ഈറ്റ് അവാർഡുകൾ ആരംഭിച്ചു. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് അവാർഡുകൾ നൽകുന്നത്. ദുബൈ ഈറ്റ് തത്വചിന്തയുമായി പൊരുത്തപ്പെടുന്നതും ഉൾക്കൊള്ളുന്നതുമായ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കമ്പനികൾ, പദ്ധതികൾ എന്നിവയ്ക്ക് വാർഷിക അംഗീകാരം നൽകും. സർക്കാർ ജോലി, റിയൽ എസ്റ്റേറ്റ്, സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെയുള്ള വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലും കമ്പനികളിലും അതിവേഗത്തിലുള്ള പ്രവർത്തനങ്ങളും ഉന്നത മികവും ലക്ഷ്യമിട്ടാണ് ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബൈ ഈറ്റ് എന്ന പുതിയ പ്രഖ്യാപനം നടത്തിയത്. നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ 5ാമത് ഷോറൂം ഷാർജയിലെ സഫാരി മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. നടി നൈല ഉഷിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി ചെയർമാൻ നിഷിൻ തസ്ലിൻ, കോ ചെയർമാൻ VA ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരമ്പരാഗത ആഭരണ സങ്കല്പങ്ങളെ നിരന്തരം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡായ നിഷ്ക മൊമെന്റസ് ജ്വല്ലറിയുടെ 5ാമത്തെ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ഷാർജയിലെ സഫാരി മാളിൽ വർണ്ണാഭമായി നടന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി നിഷ്ക മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. സുതാര്യത, ആഭരണങ്ങളുടെ ചാരുത, പുതുമയാർന്ന കളക്ഷൻസ് എന്നിവയാണ് നിഷ്കയുടെ ട്രേഡ് മാർക്ക്. ഗ്രാൻഡ് ലോഞ്ച് സിനിമാ താരം നൈല ഉഷ നിർവഹിച്ചു. നിഷ്ക മൊമെന്റസ് ജ്വല്ലറി ചെയർമാൻ നിഷിൻ തസ്ലിൻ, കോ ചെയർമാൻ VA ഹസൻ എന്നിവർ നിഷ്കയുടെ സാന്നിധ്യം വിപുലപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മികച്ച ഷോറൂം കൂടി തുറക്കാൻ സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ഗ്രാൻഡ് ലോഞ്ചിന്റെ ഭാഗമായി നടന്ന ലക്കി ഡ്രോ കോൺടെസ്റ്റിലൂടെ മികച്ച സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും നിഷ്ക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരുന്നു. വിജയികൾക്കുള്ള സമ്മാനദാനവും ഗ്രാൻഡ് ലോഞ്ചിൽ വെച്ച് തന്നെ നടന്നു. 24 ദുബായ്. ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ബില്യണയർ ബിസിനസ് അച്ചീവർ പുരസ്കാരമായ 21ാമത് മണപ്പുറം MBA അവാർഡ് ബ്രൈറ്റ് ഔട്ട്ഡോർ മീഡിയ ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ യോഗേഷ് ലഖാനിക്ക് സമ്മാനിച്ചു. കൊച്ചി ഗോകുലം പാർക്ക് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ VP നന്ദകുമാർ, ശ്രീ ഗോകുലം ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനും IFCF ചെയർമാനുമായ ഗോകുലം ഗോപാലൻ, സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ചെയർമാനും 11ാമത് MBA അവാർഡ് ജേതാവുമായ ഡോക്ടർ വിജു ജേക്കബ് എന്നിവർ ചേർന്നാണ് പുരസ്കാരം കൈമാറിയത്. പെഗാസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് MBA അവാർഡ്, ഫെഡറൽ ഇന്റർനാഷണൽ ചേംബർ ഫോറം എന്നിവയുടെ സ്ഥാപകനായ ഡോക്ടർ അജിത് രവിയുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് ദാന ചടങ്ങ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് കമ്പനിയായി ബ്രൈറ്റ് ഔട്ട്ഡോർ മീഡിയ ലിമിറ്റഡ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശൻ പിന്നോട്ട്. UDF തീരുമാനത്തിന് വിധേയമായ നികുതി പരിഷ്കാരം നടപ്പിലാക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ധനബില്ലിൽ നിന്ന് ഒഴിവാക്കാതെ പ്രഖ്യാപനത്തിന് വിശ്വാസ്യതയില്ല എന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. ഭരണമുന്നണിയിലും കോൺഗ്രസിലും അതൃപ്തിക്കിടയാക്കിയ തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി VD സതീശന്റെ പിന്നോട്ടുപോക്ക്. പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി നിലപാട് മാറ്റം പ്രഖ്യാപിച്ചത്. മുന്നണിയിലോ കോൺഗ്രസിലോ ചർച്ച ചെയ്യാതെ കൊണ്ടുവന്ന നികുതി പരിഷ്കാരത്തിൽ നയപരമായ തീരുമാനത്തിന് കാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിലപാട്. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല.
മുന്നണി തീരുമാനത്തിന് വിധേയമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് പൂർണ്ണമാകണമെങ്കിൽ ധനബില്ലിൽ നിന്ന് അധിക നികുതി ഭാഗം ഒഴിവാക്കുക കൂടി വേണം. ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ നികുതി കുറവ് ഒഴിവാക്കിയില്ലെങ്കിൽ ബില്ല് പാസ്സാകുന്നതോടെ നികുതി പരിഷ്കാരവും പ്രാബല്യത്തിൽ വരും. ഫിനാൻസ് ബില്ലിനകത്ത് സാധാരണഗതി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. കാരണം 121% 175% പറഞ്ഞിരിക്കുന്നതും കൂടി ഉൾപ്പെടെയാണല്ലോ ബില്ല് വരേണ്ടത്. അങ്ങനെ വന്നാൽ ബില്ല് പാസ്സായാൽ പിന്നെ പറഞ്ഞൊന്നും ശരിയല്ല. അത് ഇപ്പോഴും സംശയം ഉളവാക്കുന്നതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് തോന്നുന്നു. UDFന്റെ മദ്യനയം വരുന്നവരെ നികുതി പരിഷ്കാരം നടപ്പിലാക്കില്ലെന്ന മുഖ്യമന്ത്രി നിലപാട് ഒരു തരത്തിൽ രാഷ്ട്രീയ യൂട്ടേണാണ്. പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നുമുണ്ടായ കടുത്ത സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയെ അതിന് നിർബന്ധിതമാക്കിയത്. 24 തിരുവനന്തപുരം. ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP കൌൺസിലർമാർ. ദേവീദേവന്മാരുടെയും ബലിദാനികളുടെയും പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയതിന് പിന്നാലെയാണ് വീണ്ടും സത്യപ്രതിജ്ഞ നടത്തിയത്. സത്യപ്രതിജ്ഞ ചട്ടപ്രകാരമല്ലെന്ന് ആരോപിച്ച് LDF സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും പരാതി നൽകി. പരാതി പരിശോധിക്കട്ടെ എന്ന് മേയർ VV രാജേഷ് പ്രതികരിച്ചു. കപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന R സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്കായി സാവകാശം തേടുമെന്നും മേയർ 24നോട് പറഞ്ഞു. ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ബലിദാനികളുടെ പേരിൽ മുതൽ ഇരുങ്കുളങ്ങര ദുർഗാദേവിയുടെ നാമത്തിൽ വരെ സത്യപ്രതിജ്ഞ ചെയ്ത 20 BJP കൌൺസിലർമാരിൽ 19 പേരും ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഈശ്വരനാമത്തിൽ വീണ്ടും പ്രതിജ്ഞ ചെയ്തു. BJP ഭരണത്തിന്റെ ഭാവി തുലാസിലായതോടെയാണ് മിന്നൽ നീക്കം. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാച്ചല്ലൂർ ഗോപകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. അംഗങ്ങളെ നോട്ടീസ് നൽകി അറിയിക്കാതെയുള്ള സത്യപ്രതിജ്ഞ ചട്ടപ്രകാരമല്ലെന്നും നടപടി പുനഃപരിശോധിക്കണമെന്നും പരാതിക്കാരനായ LDF നിയമസഭാ കക്ഷി നേതാവ് SP ദീപക്. 20 പേര് പങ്കെടുത്ത് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കൗൺസിൽ മെമ്പർമാരെയൊക്കെ ഒന്ന് അറിയിപ്പ് കൊടുക്കണ്ടേ? RSSും BJP മാത്രമായിട്ട് അവരുടെ കാര്യാലയത്തിൽ നിന്ന് എടുക്കുന്ന തീരുമാനം വന്ന് നടപ്പിലാക്കുന്ന രൂപത്തിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നിട്ടുള്ളത്. പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ എന്ന് മേയർ. R സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്കായി സാവകാശം തേടും. കൃത്യമായിട്ട് നിയമോപദേശം തേടിയതിന് ശേഷമാണ് ചെയ്തത്. അല്ല, പരാതിക്കാർ പരിശോധിച്ചോട്ടെ. പരാതി ഇപ്പോൾ ആർക്കും കൊടുക്കാമല്ലോ. അദ്ദേഹം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവിടെ പരിശോധിക്കും. മതേതര മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടി ഗാനരചയിതാവും കവിയുമായ MD രാജേന്ദ്രന്റെ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന വരികൾ പരാമർശിച്ചായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. ഭരണഘടനാ പ്രകാരം ദൈവനാമത്തിലോ സഗൗരവം ദൃഢപ്രതിജ്ഞയോ ആണ് എടുക്കേണ്ടത്. ദൈവം എന്നതിന് നിർവചനം പഞ്ചായത്ത് രാജ് ആക്ടിലോ മുനിസിപ്പൽ ആക്ടിലോ പറഞ്ഞിട്ടില്ല. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നാണ് ഗുരുദേവ സന്ദേശം. ദൈവത്തെ കേവലം ഒരു പേരുകൊണ്ട് നിർവചിക്കേണ്ട കാര്യമില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. 24 തിരുവനന്തപുരം. ലോകം കാൽപന്താവേശത്തിൽ. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഉറപ്പിക്കാൻ ബ്രസീൽ കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡാണ് എതിരാളികൾ. A, B, C ഗ്രൂപ്പുകളിലായി ആകെ 6 മത്സരങ്ങളാണ് ഈ മാച്ച് ഡേയിലുള്ളത്. മൊറോക്കോയ്ക്കെതിരെ സമനിലയിൽ കുരുങ്ങിയെങ്കിലും ഹെയ്ത്തിക്കെതിരെ 3 ഗോളടിച്ച കാനറികൾ കംബാക്ക് അടിച്ചു കഴിഞ്ഞു. അവസാന ഗ്രൂപ്പ് പോരിൽ സ്കോട്ട്ലൻഡിനെ കൂടി തോൽപ്പിച്ചാൽ 1966 ശേഷം എല്ലാ ലോകകപ്പുകളിലും ആദ്യ റൗണ്ട് പിന്നിട്ടുവെന്ന അപൂർവ റെക്കോർഡ് നിലനിർത്താൻ ബ്രസീലിന്. നെയ്മാർ ജൂനിയറുടെ തിരിച്ചുവരവ് ടീമിനും ആരാധകർക്കും നൽകുന്ന ആവേശം ചെറുതല്ല. എങ്കിലും കാർലോ ആഞ്ചലോട്ടിയുടെ വജ്രായുധം 2 കളിയിലും ലക്ഷ്യം കണ്ട വിനീഷ്യസ് ജൂനിയർ തന്നെ. പരുക്കേറ്റ റാഫിഞ്ഞോയുടെ അഭാവം തിരിച്ചടിയെങ്കിലും മത്തേസ് കുനിയും എൻട്രിക്കുമെല്ലാം മിന്നിച്ചാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ സെലക്കാവോകൾ റൗണ്ട് ഓഫ് 32-ലെത്തും. അതേസമയം നോക്കൌട്ട് ഉറപ്പിക്കാൻ സ്കോട്ട്ലൻഡിന് ജീവൻ മരണ പോരാട്ടമാണ്. ബ്രസീലിനെ പോലെ ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടം മോഹിച്ചെത്തുന്ന മൊറോക്കോയുടെ എതിരാളികൾ ഹെയ്ത്തിയാണ്. ഗ്രൂപ്പ് സിയിലെ ഈ 2 മത്സരങ്ങളും നടക്കുന്നത് പുലർച്ചെ 3:30. ഗ്രൂപ്പ് ബിയിൽ രാത്രി 12:30 നടക്കുന്ന മത്സരങ്ങളിൽ സ്വിറ്റ്സർലാൻഡ് ആതിഥേയരായ കാനഡയെയും ബോസ്നിയ ഖത്തറിനെയും നേരിടും. നോക്കൌട്ടിലേക്ക് 4 ടീമുകൾക്കും ഇപ്പോഴും സാധ്യതകളുള്ളതിനാൽ 2 മത്സരങ്ങളും ആവേശകരമാകും. ഗ്രൂപ്പ് എയിൽ രാവിലെ 6:30 നടക്കുന്ന മത്സരങ്ങളിൽ ദക്ഷിണ കൊറിയ ദക്ഷിണാഫ്രിക്കയെയും ആതിഥേയരായ മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും നേരിടും. വേൾഡ് കപ്പ് ഡെസ്ക് 24.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.